മറിമായം. ഈ പെണ്ണിത് എന്ത് ഭാവിച്ചു? ദേ ഒന്ന് വേഗം ഇറങ്ങടി. ഇതേ അല്ല ഇവിടെ കൊടുന്നാക്കിട്ട് വേണം എനിക്ക് ഇനി കടയിൽ പോവാൻ. ഞാനേ ഒരു 12 മണിയാവിടെ കടയിലെത്താൻ. ആ അല്ല ഒന്നുമില്ല, ഈ മണ്ടോതിരിക്കേ 2 ദിവസമായിട്ട് രാത്രി ഇങ്ങനെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ ഒരു ചൊറിച്ചില്. ഇപ്പൊ ഇന്നലെ രാത്രി നോക്കുമ്പോൾ തൊണ്ട വരെ ചൊറിയണു, മേലൊക്കെ ചൊറിയാന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ കാലിലും കയ്യിലൊക്കെ ഒരേ നീര്. അപ്പം ആ സത്യശീലൻ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. ആ ഞാൻ അവളെ കാണിച്ചിട്ടേ ഇവിടെ വീട്ടിൽ കൊടുന്നാക്കിയിട്ട് അങ്ങോട്ട് വരുള്ളൂ. ആ ശരി ശരി. ഇവിടുത്തെ ഈ മണ്ടോ ഈ വരണ്ട അങ്ങട്. എന്താടി ഇത്? നന്നായിട്ടില്ലേ? എന്റെ മുത്ത ഇങ്ങനെ പുറത്തിറങ്ങിയ ആൾക്കാർ കണ്ണിട്ടു. ഇവിടെ ഒരു പൊട്ടുകൂടി കുത്ത്. എടി നീ ഡോക്ടറെ അടുത്തേക്കാ പോണേ അതോ കല്യാണത്തിനാണോ പോണേ? ഡോക്ടറത്തേക്ക്. എടി അതിനെന്തിനാടി ഇങ്ങനെ മേക്കപ്പ് ചെയ്യണ്? എന്താ ഓവറാ? ഓവറാണോന്നോ? ഒറ്റ ഓവറല്ല, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ കുറച്ച് വൃത്തിക്ക് പോകാൻ പറ്റൂ. ആ നീ ഇങ്ങനെ വെളുക്കാൻ വേണ്ടി ഓരോന്ന് തയ്ച്ചോ, അവസാനം കുടുംബം വെളുക്കും. നടക്കണ്ട്. ഇതൊന്ന് പോക്കറ്റ് വയ്ക്കോ. ഇതെന്തിനാ? അത് ലിപ്സ്റ്റിക് ഇടയ്ക്ക് പോയിണ്ടെങ്കിൽ എനിക്ക് ഇടാൻ വേണ്ടി. ലിപ്സ്റ്റിക്കാ നടക്കണ്ട്. ഇവിടെ എന്തുണ്ടോ നോക്കിയേ. എടി അത് കാണിക്കാനല്ലേ ഈ പോണത്. അവിടെ നല്ലോണം ഉണ്ട്. എന്റെ അമ്മേ നടക്കണ്ട്. എന്താ വന്നില്ലേ? ഇത് തുറന്നിട്ടാണോ പോണേ? ആ ഇടയ്ക്ക് എനിക്ക് കഴിയില്ല. ഇന്നെന്തിനും നിക്കണം, അങ്ങോട്ട് നടക്ക്. ചൊറിയണെന്ന് ചൊറിയുമ്പോ ഇല്ല കുഴപ്പമില്ല കേട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതേ നെഫ്രോട്ടിക് സിൻഡ്രോം ആണോ എന്ന്, അതായത് ഒരു തരം കിഡ്നി രോഗം. പക്ഷെ അല്ല കേട്ടോ. അല്ലേ? നന്നായി മേക്കപ്പ് ചെയ്യാറുണ്ടല്ലേ? കുറച്ച്. ആ ഈ ക്രീമുകളൊക്കെ തേക്കാറുണ്ടോ? ചെറുതായിട്ടൊന്നല്ല സാറേ. ഏത് നേരം മേക്കപ്പാണ്. ഓ ഇപ്പൊ സാറ് കാണാൻ വരാൻ വേണ്ടിട്ട് 2 മണിക്കൂറാ മേക്കപ്പ് ചെയ്യാൻ എടുത്തു. ഒരു കല്യാണം എന്ന് വേണ്ട, ഒരു വീട്ടിലെ വെറുതെ ഇരിക്കുകയാണെങ്കിലും മേക്കപ്പ് ചെയ്യല പണി. ശരി. ഈ പരസ്യത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും മേടിച്ച് ഇങ്ങനെ പൂശും. ഇപ്പൊ ദൈവം അത്യാവശ്യത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസം മുമ്പ് വെള്ളാരെന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം വെളുക്കാനുള്ള അത്രേ. അപ്പൊ അത് മേടിച്ച് തേച്ചോണ്ടിരിക്കപ്പോ അതൊന്നും ഉപയോഗിക്കരുത്. ഈ വ്യാജ ക്രീമുകളൊക്കെ വാരി തേക്കുന്ന ആളുകൾക്ക് കണ്ടുവരുന്നതാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം, അതായത് കിഡ്നി രോഗം. ഇവളങ്ങനെ അകത്ത് കഴിക്കണ ക്രീമൊന്നും മേടിക്കാറില്ല. ഈ തൊലിയുടെ പുറത്ത് ഇങ്ങനെ പുരട്ടുള്ളൂ. അതെങ്ങനെയാണ് കിഡ്നീനെ ബാധിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ വ്യാജ ക്രീമുകളിലെല്ലാം മെർക്കുറിയും കാഡ്മിയവും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഈ തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് പ്ലാറ്റം കോണിയം. എന്താണ് പ്ലാറ്റം കോണിയം? അതന്നെ. നമുക്ക് വരുന്ന പല അസുഖങ്ങളെയും തടഞ്ഞു നിർത്തുന്നത് ഇവനാണ്. ആര്? ഈ പ്ലാറ്റം കോണിയം. അതെ, ഈ പ്ലാറ്റം കോണിയം. അതല്ലേ പറഞ്ഞു വരുന്നത്. സോറി. ഇത്തരം ക്രീമുകളിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ കണ്ടന്റുകൾ പ്ലാറ്റം കോണിയത്തെ നശിപ്പിച്ചു കളയുന്നു. ഒപ്പം ഇത് ശരീരത്തിനകത്ത് പ്രവേശിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ താറുമാറാക്കി കളയും. ഒപ്പം ശരീരത്തിനകത്ത് വേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിനെ എല്ലാം ചോർത്തിക്കളയും. അതായത് ജീവൻ നിലനിർത്തുന്നതിനുള്ള പ്രോട്ടീൻ അത് നഷ്ടപ്പെടും. ശരീരത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരണം തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ക്രീമുകളൊന്നും വാരി തേക്കാതിരിക്കുക, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ജന്മനാൽ ഒരു നിറം കിട്ടിയിട്ടുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സൗന്ദര്യം.